ധന്യ, ഈ പുരുഷന്മാർ കുന്തി ദേവിയെ കുറിച്ച് സംസാരിച്ചാൽ കേസാവും, അറസ്റ്റ് ചെയ്യും, ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വരും. അപ്പോ സ്ത്രീകൾ കുന്തി ദേവനെ കുറിച്ച് സംസാരിച്ചാൽ കുഴപ്പമില്ല. ഇല്ല, പ്രശ്നമില്ല. അത് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പെൺകുട്ടി പറയുകയാണ്, ഒരു പുരുഷനെ കണ്ടാൽ ആദ്യം നോക്കുന്നത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ചന്തി എന്നാണോ കുണ്ടി എന്നാണോ നമ്മളതിന് പറയേണ്ടത്? എന്തായാലും സാധനം ഒന്നാണല്ലോ. അപ്പോ ഒരു സിനിമയുടെ ഹരിശ്രീ അശോകം പറയുന്നുണ്ടല്ലോ, കുണ്ടിയെ കുണ്ടി എന്നല്ലാണ്ട് വേറെന്താ വിളിക്കുക? കുണ്ടിയുള്ള ആൾക്കാരായിരിക്കണം. എന്താ വേണ്ടത്? കുണ്ടി. ചില ആമ്പിളാരുണ്ട് നല്ല കലിപ്പ് ലുക്കൊക്കെ ഇട്ട് നടന്നിട്ട് നടക്കുമ്പോ പെമ്പിളാരെ പോലെ ബാക്കൊക്കെ ഇട്ട് ആട്ടി ആട്ടി നടക്കുന്നത്, അതിനോടൊന്നും താല്പര്യമില്ല. കുണ്ടിയിലാണ് നോക്കുന്നത്. അതിങ്ങനെ ആടി ഒലഞ്ഞു കിടക്കുന്ന കുണ്ടിയല്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കുണ്ടിയിലാണ് കണ്ണു പോകുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കുണ്ടിയുള്ള പുരുഷന്മാരെ കല്യാണം കഴിക്കാനാണ് ആ പെൺകുട്ടിക്ക് താല്പര്യമെന്ന്. അപ്പൊ ഇത് ഇവിടെ വാർത്തയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചോദിച്ചിട്ട്, വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുള്ള സംഭവമൊന്നുമല്ല. കുണ്ടി വാർത്തയ്ക്ക് പ്രാധാന്യം, കുണ്ടിക്ക് ഒരു പ്രാധാന്യമുണ്ട്. കുണ്ടിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറയുന്നത് പോലെ കുണ്ടിക്കും പ്രാധാന്യമുണ്ട് ഇവിടെ. അതായത് നമ്മളൊരു സ്ത്രീയെ കാണുമ്പോൾ, ഞാനൊക്കെ പെൺകുട്ടികളെ നന്നായിട്ട് വായി നോക്കുന്ന ഒരാളാണ്. സ്ത്രീകളെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള, അതിന് കാണാൻ ഭംഗിയില്ലാത്ത പെൺകുട്ടികൾ നോക്കൂലേ എന്ന് ചോദിക്കും. ഉണ്ട്. അതിപ്പോൾ ഞാൻ കാറ്റഗറി എന്ന് പറയുന്നത് വെളുപ്പോ കറുപ്പോ ഒന്നും അല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുടെ ഒരു കാറ്റഗറി ഉണ്ട്. അതനുസരിച്ചുള്ള പെൺപിള്ളേരെ ഞാൻ നന്നായിട്ട് വായി നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ആൺകുട്ടികളെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ നോക്കുന്നത് എവിടേക്കാണ് എന്നുള്ളത്, അവൻ്റെ വൃത്തികെട്ട നോട്ടം കണ്ടില്ലേ, അവൻ നോക്കുന്ന എവിടെയെന്ന് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൺപിള്ളേര് ഭയങ്കര ഇത് പറയും. അല്ല, പെൺപിള്ളേര് ഒരു പുരുഷനെ കണ്ടാൽ ആദ്യം നമ്മൾ നോക്കുന്നത് മുഖത്തേക്കോ കണ്ണിലേക്കോ ഒന്നുമല്ല, ആദ്യം നോക്കുന്നത് അവൻ്റെ പിന്നാമ്പുറത്താണ്. അവൻ്റെ പിന്നാമ്പുറം എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂ ജെന്നിന് താല്പര്യം. അതാണ് പിന്നാമ്പുറം ഉള്ളവനെ. ഇന്ന് പിന്നാമ്പുറം നോക്കും, നാളെ ഉമ്മറം നോക്കും. എന്ത് പറയാറെന്ന് ആലോചിച്ചേക്ക്. ജിമ്മിലൊക്കെ പോയി മസിൽ വിരിപ്പിച്ചതൊക്കെ വെറുതെയാണ്. അതെ, ഈ സ്ത്രീകളാണെങ്കിൽ ഈ വലിപ്പം കൂട്ടാനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇതിപ്പോ ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങനെ വലുതാക്കി, ഇപ്പൊ ഉദ്ഘാടന വേദിയിലൊക്കെ ഫ്രണ്ടും ബാക്കും ഉള്ളവരെ മാത്രമേ ഉദ്ഘാടനത്തിന് വിളിക്കാറുള്ളൂ. കുറച്ച് വേണം എങ്കിലേ ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാറുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഈ ആനകളെയൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നാല് ചിലപ്പോ അത് മതപ്പാടുള്ള ആനകളൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. ആനകളെയൊക്കെ എഴുന്നള്ളിച്ചത് കാണാനായിട്ട് ആളും കൂടും. അപ്പൊ റിസ്ക് ഒഴിവാക്കാം. പല ബെനിഫിറ്റുകളുണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. എഴുന്നള്ളിച്ച് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. എഴുന്നള്ളിച്ച് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. ദേഹം ഞാൻ ചിലപ്പോഴൊക്കെ കമന്റ് ഞാൻ കാണും, ആളങ്ങെത്തി പക്ഷെ ബാക്ക് ഇവിടെ കിടക്കണതേ ഉള്ളൂ എന്ന്. കാരണം അത്രയൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്നെങ്കിലും ഇത്തരക്കാർ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കുറച്ച് ആളുകൾ കുറച്ച് ട്രോളും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാക്കിയാലും പിന്നെ കിട്ടാനുള്ള പണം കിട്ടുമല്ലോ. അതാണല്ലോ ഇവിടെ പണമാണ്. മാനം വിറ്റും പണം ഉണ്ടാക്കിയാൽ ആ മാനക്കേട് പണം മാറ്റുമെന്നെന്തോ പറയുന്നത് പോലെ എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വലിപ്പത്തിനനുസരിച്ചാണ് ഇപ്പൊ ആള് കൂടുന്നത്. ഓരോന്നിന്റെ വലിപ്പം അനുസരിച്ചാണ്. ബാക്കിന്റെ വലിപ്പം, ഫ്രണ്ടിന്റെ വലിപ്പം വരെ നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട്. അതെ, ഈ വിദേശ രാജ്യങ്ങളിൽ ഈ ശരീരം പ്രദർശിപ്പിക്കുന്നതാണ് അവിടെ രീതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഓസ്കാർ അവാർഡ് നൈറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചലച്ചിത്ര മേള നടക്കുമല്ലോ, നമ്മുടെ കാൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ വരും. അപ്പോൾ അവർ വന്നത് എന്നതിനേക്കാൾ അപ്പുറം വാർത്തയാകുന്ന അവരുടെ വസ്ത്രം ഏതാണ്. പരമാവധി ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും വരിക. പക്ഷെ അവിടെ അവരുടെ ശരീരം പ്രദർശിപ്പിക്കുക എന്നതിലുപരി അത് അവരുടെ ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഒരു പോസ്ചർ അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചർ, അത് അവരുടെ ആ രീതിയിൽ കാണിക്കുക. അവരിപ്പോഴും സുന്ദരിയാണെന്ന് കാണിക്കുക. അവർ ആ പാശ്ചാത്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. അവരുടെ സൗന്ദര്യത്തെയാണ് കാണുന്നത്, അല്ലാണ്ട് അതിനെ ഒരു അശ്ലീലതയായിട്ട് അവിടെ കാണാറില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറച്ചൊക്കെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാൽ പോലും അതൊരു കാഴ്ചയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അതായത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് ഇവിടെയുള്ള ഇത്തരക്കാർ. അവരെ സംബന്ധിച്ച് ഇത്തരമൊക്കെ ഉള്ള
കാഴ്ചകൾ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു മഴക്കാലം കിട്ടുന്ന അനുഭൂതി. അപ്പൊ വേഴാമ്പൽ വായും പൊളിച്ചിരിക്കും, സ്വാഭാവികമാണ്. അതെ, ഞാൻ പറയുന്നത് തനതായ ഒരു സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? എല്ലാവർക്കും ദൈവം തന്നത് അതുപോലെ വെച്ച് കാത്തു സൂക്ഷിക്കുക. അതിൽ കൂട്ടിയും കുറയ്ക്കലും ഒന്നും ഉണ്ടാക്കാതെ വെച്ചാൽ തന്നെ കുറെയൊക്കെ പിന്നെ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ചാൻസ് ഇല്ല. അതായിരിക്കാം സിനിമകൾ ചാൻസ് ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെട്ടിയും വച്ചും കൂട്ടിക്കെട്ടിയും ഒക്കെ വേണം. ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നവർ താല്പര്യമില്ലാത്തവർ അങ്ങോട്ട് നോക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ അത്തരം പോസ്റ്റുകൾ വരുമ്പോൾ ഒഴിവാക്കി വിടും. ഇതിപ്പോ ഇപ്പോഴത്തെ പെൺകുട്ടികള് ഇപ്പോഴത്തെ ഈ കൊച്ചിനൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് തോന്നി ഇതൊരു പുരുഷനാണ് പറഞ്ഞതെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ സോഷ്യൽ മീഡിയകളിൽ വാരി വലിച്ചിട്ട് അലക്കലായി ചിലപ്പോ പിന്നെ ചാനലുകൾക്ക് ചർച്ചയ്ക്ക് വേറെ വിഷയമൊന്നും കിട്ടാതെ വരുമ്പോ ഇതിനെടുത്തിട്ട് ചർച്ച വരെ ആക്കും വേണമെങ്കിൽ. പക്ഷെ ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് ഈ പുരുഷത്വത്തെ അപമാനിക്കുന്നതിന് കേസില്ല അല്ലേ നമ്മുടെ നാട്ടില്? അതിന് അപമാനമായിട്ട് എന്തിനാ കണക്കാക്കുന്നത്? അവരൊരു കാര്യം പറഞ്ഞു, അതിൽ വസ്തുതയുണ്ടല്ലോ. അതെ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളുടെ സത്യം പറഞ്ഞല്ലോ ആ പെൺകുട്ടി, അതിലാണ് ശരീരം കാണുക, അത് നോക്കുക, അതിലെന്താ അശ്ലീലതയുള്ളത്? അത് കാണുക. നമുക്ക് കണ്ണ് തന്നിരിക്കുന്ന കാണാം, നമ്മുടെ കൺമുമ്പിൽ വരുന്ന എന്ത് നമ്മൾ കാണും. ആ കണ്ടതിനെ മറ്റേ രീതിയിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വക്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചാലാണ് കുഴപ്പം. അത് നമ്മൾ കൺമുമ്പിൽ കണ്ടത് നമുക്ക് കണ്ണും പൊത്തി നടക്കാൻ പറ്റുമോ? കണ്ടല്ലേ പറ്റൂ. അപ്പം അത് സ്വാഭാവികമല്ല. അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ കൺമുമ്പിൽ വരുന്ന എന്താണോ അത് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ കാഴ്ച നോട്ടം എങ്ങോട്ട് പോകും എന്നുള്ളത് അവരവരുടെ മനോവികാരം അനുസരിച്ചിരിക്കും. എന്ന് വെച്ച് ഓരോരുത്തരും പുറത്തോട്ട് ഇറങ്ങുന്നു, അവർ ഓരോ തരത്തിലുള്ള വസ്ത്രം ധരിച്ച് അവരുടെ ശരീരം അവിടുന്ന് അങ്ങോട്ട് ഓടിയിരിക്കുന്നു, ഇങ്ങോട്ട് ചാടിയിരിക്കുന്നു എന്ന് വെച്ച് നമുക്ക് കണ്ണുകുത്തി നടക്കാൻ പറ്റുമോ? ഇല്ല. ശരിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം പിന്നെ പ്രേംലാലേട്ടൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ഒരു വയസ്സായ ഒരാൾ തൊട്ടടുത്തിരുന്നിട്ട് സാരിയുടെ ഇടയിൽ കൂടെ അദ്ദേഹം നോക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ കൺമുമ്പിൽ വരുന്നത് കാണാം, അത് സ്വാഭാവികമാണ്. പക്ഷെ കാണാത്തത് എത്തി നോക്കുന്നത് ഇത്തിരി കടന്നു കൈയായി പോയി കാരണവരെ, അത് പ്രശ്നമാണ്. പക്ഷെ അതിന് ഈ അമ്മയെ തല്ലിയാല് രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ രണ്ട് പക്ഷത്തെ ആളുകൾ വരുന്നുണ്ട്. ഒന്ന്, അയാൾ നോക്കിയപ്പോ തന്നെ വീഡിയോ എടുക്കാതെ പ്രതികരിക്കാത്തത് എന്തിന് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ട്, ഇയാൾ നോക്കിയത് ശരീരത്തിന്റെ ഭാഗത്താണോ അതോ എടുക്കുന്ന വീഡിയോയിലേക്കാണോ എന്നാണ് ആളുകൾ പലരും ചോദിക്കുന്നത്. അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഒരാളുടെ ഫോണിലോട്ട് എത്തി നോക്കുന്നത് മോശമാണ്. അതിപ്പോ ശരീരത്തോട്ടാണോന്നില്ല. ഒരാളുടെ ഫോൺ എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയാണ്. ചിലപ്പോൾ സ്വന്തം നഗ്ന ദൃശ്യമായിരിക്കും അതിനകത്തുണ്ടോ, അത് എത്തി നോക്കേണ്ട കാര്യം എന്താ? അതും അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിലെ ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത്തരത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കാൻ എന്തുകൊണ്ട് പലരും ഇതാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ട് അത് പ്രതികരിക്കുന്നില്ല? ഈ വീഡിയോ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് വരെ നിന്നിട്ട് അവസാനം എന്തിനാണ് ഇങ്ങനെ പിന്നീട് അത് വൈറലാക്കുന്നത്, അത് വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? തുടക്കത്തിൽ തന്നെ അത് വീഡിയോ എടുത്തുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഭവം ഉള്ളത് നാട്ടുകാർ അറിഞ്ഞത്, അത്രേ ഉള്ളൂ. അതിന്റെ പിന്നാമ്പുറങ്ങൾ ചർച്ച ചെയ്തു പോകേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ചെയ്തത് തെറ്റാണ്, അതിനെ ഒന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നത് തെറ്റ് തന്നെയാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അയാളുടെ നോട്ടം എന്താണെന്ന്. ഒറ്റ നോട്ടത്തിൽ അറിയാം. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളും കഴിക്കുന്ന അരിയാഹാരമാണല്ലോ. അതെ, ഇവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും ആസ്വദിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലെ പ്രേംലാലേട്ടൻ പറഞ്ഞതുപോലെ വായ്നോട്ടത്തിൽ പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകളും ഒട്ടും മോശമൊന്നും അല്ല. നന്നായിട്ട് സ്ത്രീകളും വായി നോക്കാറുണ്ട്. അത് പിന്നെ ഇപ്പൊ പുരുഷനെ അല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സ്ത്രീകളെയാണ് വായി നോക്കുന്നത്, നന്നായിട്ട് വായി നോക്കുന്ന ഒരാളാണ്. അപ്പോ ഇവിടെ പിന്നെ പറയുന്നത് തമാശകൾ എടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ സംഭവങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് മറ്റു തലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ കുണ്ടി എന്ന് പറയുന്നത് കുണ്ടി മാത്രമാണ്, അത് കുണ്ടിയിലങ്ങ് അവസാനിപ്പിക്കുക. ഈ കുണ്ടിയെ വലിയ പ്രശ്നമാക്കുമ്പോഴാണ് കുണ്ടിക്കും പ്രശ്നം, കുണ്ടി വയ്ക്കുന്നവർക്കും പ്രശ്നം, കുണ്ടിയെ കുറിച്ച് പറയുന്നവർക്കും പ്രശ്നം.